ഹായ് ഗായ്സ്, ഈ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ വെക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മട്ടൻ കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെറും സിമ്പിളാണ്. അത് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മട്ടൻ കറിയുടെ രൂപമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ അധികം ആൾക്കാരും ഇപ്പോൾ 2-3 മാസമായിട്ട് ഏറെക്കുറെ പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കിയിട്ട് റൂമിൽ തന്നെ ആയിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സക്സസ് ആയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 സവാള, പിന്നെ 2 തക്കാളി, പിന്നെ ഗാർലിക് ആൻഡ് ജിഞ്ചർ, ഗ്രീൻ ചില്ലി, പിന്നെ 1 കിലോ മട്ടൻ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ മട്ടൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങളൊരു കുക്കർ എടുക്കുകയാണ്. കുക്കറിൽ കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക. ഗീ ആഡ് ചെയ്തിട്ട് എന്നിട്ട് അത് ചൂടായതിനു ശേഷം കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലാണ് ഞങ്ങൾ ഈ മട്ടനെ വേവിച്ചെടുക്കണം, നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ മട്ടൻ ആഡ് ചെയ്യാം. ശേഷം കുറച്ച് സ്പൈസസും ആഡ് ചെയ്തതിന് ശേഷം തന്നെ അതിലേക്ക് കുറച്ച് 1 കിലോ മട്ടൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മട്ടൻ 1/2 കപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5-6 വിസിൽ വേവിച്ചെടുക്കാം. ഓക്കെ, അത് മട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ആഡ് ചെയ്യണം. അടുത്തതായിട്ട് ഞങ്ങൾ ആഡ് ചെയ്യുന്നത് ജിഞ്ചറാണ്. ഓക്കെ, കുറച്ചായിട്ട് ആഡ് ചെയ്യണം. കുറച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ആഡ് ചെയ്തത് ഗീ ആണ്. ഗീയിലേക്ക് പിന്നെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തു, പിന്നെ 1 കിലോ മട്ടൺ ആഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 1 സ്പൂൺ, ഏകദേശം ഓൾമോസ്റ്റ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മട്ടനിലോട്ട് അല്പം ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കേണ്ടതാണ് അടുത്തതായിട്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മട്ടനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൽ മട്ടനിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ വേവിച്ചെടുക്കേണ്ടതാണ്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടാം, പിന്നെ 1/2 കപ്പ് വാട്ടർ ഒഴിക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് അത് 5-6 വിസിലിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സവാള നന്നായിട്ട് അപ്പോൾ നമ്മൾ സവാള ഓൾമോസ്റ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ടൊമാറ്റോ, പിന്നെ ചില്ലി, ജിഞ്ചർ ആൻഡ് ഗാർലിക്കും കൂടി ചതച്ച് വെച്ചതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആ തക്കാളി, ഗാർലിക്, ജിഞ്ചർ, പിന്നെ ചില്ലിയും കൂടി ആ സവാളയിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ ഞങ്ങൾ മട്ടനിലൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യാം. ഓക്കെ, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നന്നായി പെട്ടെന്ന് തന്നെ മിക്സ് ആകും. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിന്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പച്ച ആ ഒരു മണം നന്നായിട്ട്. ഓക്കെ, അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് മഞ്ഞൾ കൂടി ഇത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം. മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്.
മഞ്ഞൾ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് 2 സ്പൂണ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം, ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, റെഡ് ചില്ലി പൗഡർ. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഞങ്ങൾക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ 2 സ്പൂണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തതിനു ശേഷം 3 സ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, മല്ലിപ്പൊടിക്ക് ശേഷം ഞങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഗരം മസാല. അതൊരു 1/2 സ്പൂണ് മാത്രം മതി. ഓക്കെ, 1/2 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അറബിക് മട്ടൺ സ്പൈസസ് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ടേസ്റ്റ് അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്. നമുക്ക് എല്ലാ സ്പൈസസും അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് അടച്ച് വെക്കാം. മട്ടൺ തുറന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നന്നായി വന്നിട്ട് തന്നെയുണ്ട് മട്ടൺ. ഓക്കെ, ഒരു 8 വിസിലായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട്. അടിപൊളി. മട്ടന് വേവിക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 കിലോ മട്ടന് അത്. എന്നിട്ട് ഇപ്പോഴും അത് കുറച്ച് തിക്കാണ്, അതുകൊണ്ടൊരു 1/2 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. എന്നാലേ നമുക്ക് കുറച്ചുകൂടി ഗ്രേവി അത് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് മല്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മല്ലി ആഡ് ചെയ്തിട്ട് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുറച്ചും കൂടി തിളപ്പിക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ഓക്കെ,